സ്കൂൾ ബാഗിന്റെ വെയിറ്റ് അത് തൂക്കി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. വൺ ഓഫ് ദ റീസൺ ക്യാൻ ബി ദാറ്റ് സാഗി ആയിട്ട് കിടക്കുന്ന ബാഗായിരുന്നു. ഇതും തൂക്കിയിട്ടാണ് എല്ലാ പ്രാവശ്യവും നടക്കുന്നത്. എന്റെ മോൻ അത് സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഞാനത് ഒന്നും കൂടി സിവിയർ ആയിട്ട് ഞാൻ നോക്കുന്നത്. എന്റെ മോൻ നന്നായിട്ട് കളിക്കും, സൈക്കിൾ ഓടിക്കും, ഫുട്ബോൾ, എന്നെ പോലെ ഒന്നുമല്ല, നന്നായിട്ട് ആക്റ്റീവ് ആണ്. റീസെന്റ് ഒരു 2 മാസം മുന്നേ വീക്കെൻഡ് എനിക്കൊന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് ഫ്രീ ആയി കിട്ടിയ സമയത്ത് നമ്മള് ഇതാണല്ലോ പ്രൊഫഷൻ, ഒരാളുടെ ബാക്കിൽ ഹമ്പ് ഉണ്ടോ ടിൽറ്റ് ഉണ്ടോ എന്ന് അങ്ങനെ നോക്കിയപ്പം സിവിയർ പെൽവിക് ടിൽറ്റ് ആയിരുന്നു. അങ്ങനെ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പം സ്കോളിയോസിസ് ആണ്. ഓക്കെ, നൗ ആ സ്കോളിയോസിസ് എന്തുകൊണ്ടാ വന്നേ? ഇത് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാലോ ട്രൗസർ ഇട്ട് കഴിഞ്ഞാലോ ഇവർ ഓടി കളിക്കുന്നു, ഈ സമയത്തൊന്നും അറിയില്ല. അവൻ വന്ന് പറയുന്ന ഒരു കാര്യം കഴുത്തുവേദനയാണ്. ഇടയ്ക്കിടയ്ക്ക് കഴുത്തുവേദന. അപ്പൊ നമ്മൾ ചീത്ത പറയും, എന്താ ഫുൾ ടൈം മൊബൈൽ നോക്കിയിരുന്നിട്ടാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ചാഞ്ഞ് കിടന്നിരുന്നിട്ട് ടി വി കണ്ടിട്ടാണ്. അത് നിർത്തിയ തന്നെ എന്റെ കഴുത്തുവേദന മാറുന്നു. അതല്ല, അവൻ കളിച്ചിട്ട് വരുമ്പോഴും ക്രിക്കറ്റ് കളിച്ചിട്ട് വരുമ്പോഴും കഴുത്തുവേദനയുണ്ട്. ഈ സിനാരിയോ പല അമ്മമാർക്കും മിസ് ഔട്ട് ആവും. ഇത് ഏർലി സ്റ്റേജിലാണ്. ഈ ഏർലി സ്റ്റേജിൽ നമുക്ക് കറക്റ്റ് ഇത്തിരി കൂടി എളുപ്പമാണ്. പക്ഷേ ഈ പെൽവിക് ടിൽറ്റ് അല്ലെങ്കിൽ ഈ സ്കോളിയോട്ടിക് നേച്ചർ 25-30 വയസ്സിലാണ് കിട്ടുന്നതെങ്കിൽ അത് വീണ്ടും സമയമെടുക്കും. ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാതെ 40 വരെ പോയിരിക്കും. അപ്പോഴായിരിക്കും ഒരു ബാക്ക് പെയിനോ നെക്ക് പെയിനോ കാര്യങ്ങളായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബേസിസിൽ എന്ത് എക്സസൈസ് പ്രോട്ടോകോൾ നമുക്ക് ചെയ്യണം, എന്ത് റിലീസസ് നമുക്ക് ചെയ്യണം, പോസ്റ്റ് കറക്ഷൻസ് എങ്ങനെ നടത്തണം, എത്ര നാളെടുക്കും, ഇതെല്ലാം പതുക്കെ നമ്മൾ റൂട്ട് മാപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള പ്ലാനാണ്.